ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയും ജാനകിയും കൂടി വിജയപത്മൻ്റെ കൂടെ സൂര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം സൂര്യയാണെങ്കിലോ ഭാവനയെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല സൂര്യയോട് വന്ന് ചോദിക്കുകയാണ്, അല്ല സൂര്യ, നീ എവിടേക്കാണ് പോവാനിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്, ഞാൻ ഭാവനയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് കരുതിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, ഭാവനയുടെ വീട്ടിലേക്ക് നീ പോവണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിനക്കൊരു നിലയും വിലയുമുണ്ട് എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറയട്ടോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഭാവനയുടെ മുന്നിലാണോ അതോ ഭാവനയുടെ വീട്ടുകാരുടെ മുന്നിലാണോ എൻ്റെ നിലയും വിലയും മറന്ന് പെരുമാറിയത്? അമ്മ എന്തോ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണല്ലോ എന്ന് പറയട്ടോ. അമ്മ എന്തിനാ വെറുതെ ഭാവനയോടും ഭാവനയുടെ വീട്ടുകാരോടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും? അതിന് മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അതിന് എനിക്ക് അവരോട് ദേഷ്യമുണ്ടെന്ന് ഞാൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴുതി മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ സൂര്യ പറയുകയാണ്, എന്തായാലും അമ്മയുടെ പരാതി മാറ്റാൻ വേണ്ടിയിട്ട് ഭാവന ഇനി ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജയനിർമ്മല ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇവിടേക്കോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അമ്മേ ഭാവന ഇവിടേക്ക് വരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, ഭാവന ഇവിടേക്ക് വരുന്നതിൽ ഒരു തടസ്സവുമില്ല, എപ്പോൾ വേണമെങ്കിലും ഭാവനയ്ക്ക് ഇവിടെ വരാലോ എന്ന് പറയണം. ഭാവന ഇവിടേക്ക് വരുമ്പോൾ അവളെ കൂടെ ഒരാൾ കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജയനിർമ്മല അന്തം വിടുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയുകയാണ്, അമ്മയ്ക്കിപ്പോൾ മാനസയെയും ഭാവനയെയും ഒരുപോലെ നോക്കാനൊന്നും കഴിയില്ല. ഭാവനയും ഇപ്പോൾ ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളെ നോക്കാനാണ് ഇപ്പോൾ അവളുടെ കൂടെ ഒരാൾ വരുന്നത് എന്ന് പറയണേ. അപ്പോൾ ജയനിർമ്മല ചോദിക്കുകയാണ്, മാനസയെ പോലെയല്ലല്ലോ ഭാവന, ഒരു നേഴ്സല്ലേ, അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും എന്താണ് പരിഹാരം എന്നൊക്കെ അവൾക്ക് തന്നെ അറിയാം, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെയല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്തായാലും ഭാവനയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഭാവനയെ ശ്രദ്ധിക്കാനും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുമൊക്കെയാണ് അവളുടെ കൂടെ ഒരാൾ വരുന്നത് എന്ന് പറയുമ്പോൾ, അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി ജയനിർമ്മല ചോദിക്കുകയാണ്, ആരാണ്, ഗായത്രിയാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റിക്ക് അവിടെ 100 കൂട്ടം പണികളുള്ളതല്ലേ, അതുകൊണ്ട് ആൻറ്റിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ മായയാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മായേച്ചി ഒരു കുടുംബമായി ജീവിക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ ഭാവനയുടെ കൂടെ വരാൻ കഴിയില്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ പിന്നെ ആരാണ് വരുന്നത്, ഹോം നേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ, അതുക്കും മേലെ എന്നങ്ങ് സൂര്യ പറയട്ടോ. അപ്പോൾ ജയനിർമ്മലയ്ക്ക് അത് ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോട് കൂടി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, എന്തിനാണ് ഞാൻ അവരുടെ പേര് പറയുന്നത്, അമ്മ തന്നെ നേരിട്ട് കണ്ടാൽ പോരെ, ഭാവനയെ നോക്കാനും ഭാവനയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെയാണ് ഭാവനയുടെ കൂടെ അവർ വരുന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് വിജയപത്മൻ്റെ കാറിൻ്റെ ഓണടി കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, ദാ ഭാവന വന്നു, ഞാൻ താഴേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് സൂര്യ അങ്ങ് പോവുകയാണ്. അപ്പോൾ ജയനിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ ആരെയാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഇവൻ എന്താ പേര് പറഞ്ഞാൽ ആരായാലും എനിക്കൊരു കുഴപ്പവുമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ നിൽക്കുകയോ വരികയോ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിച്ച ശേഷം ജയനിർമ്മലയും താഴേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഭാവനയും വിജയപത്മനും കൂടി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഭാവനയെ കണ്ടതോടുകൂടി സൂര്യയും ദേവനും ചിരിച്ചോണ്ട് ഭാവനയെ സ്വീകരിക്കുകയാണ്. വിജയപത്മനെ കണ്ടതോടുകൂടി ജയനിർമ്മല നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ ഭാവന ചോദിക്കുകയാണ്, എന്താ ആൻറ്റി, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ, ഞാൻ ഇവിടേക്ക് വരുമെന്ന് ആൻറ്റി കരുതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് സൂര്യ എന്നോട് പറഞ്ഞു. എന്നിട്ട് വിജയപത്മൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നിനക്ക് മാത്രം എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ ഭാവന എന്നങ്ങ് അർത്ഥം വെച്ച് പറയുകയാണ്. അപ്പോൾ ഭാവനയ്ക്കും വിജയപത്മനും അത് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ആ പറഞ്ഞത് എന്നുള്ള കാര്യം വിജയപത്മന് മനസ്സിലാവുകയാണ്. അങ്ങനെ വിജയപത്മൻ ജാനകിയോട് കാറിൽ നിന്നും ഇറങ്ങി വരാൻ പറയുകയാണ്. അങ്ങനെ ജാനകിയെ കണ്ടതോട് ജയനിർമ്മലയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ജാനകി അകത്തേക്ക് വരുന്ന സമയത്ത് ജയനിർമ്മല ചോദിക്കുകയാണ്, ഇവളെന്തിനാ ഇവിടേക്ക് വന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയനിർമ്മല ജാനകിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടരുത്, ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം, നീ എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി അടിച്ചതാണ്, നിന്നോടുള്ള പക ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും പോവില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നങ്ങ് പറയണേ. സൂര്യ പറയാണ്, ഭാവനയുടെ കൂടെ വന്നതാണ് ജാനകി ആൻറ്റി, ഇവർ ഭാവനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഭാവനയെ സംരക്ഷിക്കാനും ഭാവനയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും കൂടി വേണ്ടിയിട്ടാണ്, ഭാവനയ്ക്ക് കൂട്ടായിട്ടാണ് ജാനകി ആൻറ്റി വന്നിട്ടുള്ളത്. ജയനിർമ്മല പറയാണ്, ഇല്ല, ഒരിക്കലും
ഒരിക്കലും ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഇവളെ ഞാൻ സമ്മതിക്കില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, ഭാവന ഇവരോട് പോവാൻ വേണ്ടി പറ എന്ന് പറയുമ്പോൾ സൂര്യ പറയണ ഇല്ല, ഭാവനയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇവർ ഇവിടെ നിന്നും പോവില്ല എന്ന് സൂര്യ വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയോട് ജയനിർമ്മല പറയണേ നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, മിണ്ടാതെ നിന്നോളണം എന്ന് പറയുമ്പോൾ ജാനകി പറയണേ ഞാൻ ഇവിടെ നിന്നും പോവാനൊന്നും പോകുന്നില്ല ജയെ, ഞാൻ ഭാവനയ്ക്ക് കൂട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭാവനയുടെ കൂടെ തന്നെയാണ് ഞാൻ തിരിച്ചു പോവുകയുള്ളൂ, ഭാവന ഈ വീടിൻ്റെ പടി ചവിട്ടുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഒപ്പം ഞാനു കൂടി കയറിയിരിക്കും എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ജയനിർമ്മല അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഇല്ല, നിന്നെ ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ സമ്മതിക്കില്ല, നീ ഈ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും എന്ന് പറയണേ. അപ്പോൾ ആ ഭീഷണിക്ക് മുന്നിൽ ദേവനും സൂര്യയും മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അങ്ങനെ വിജയപത്മൻ പറയുകയാണ് ഭാവന ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ ജാനകിയും നിൽക്കും, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, ഭാവന ഇവിടെ സുരക്ഷിതയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് വിജയപത്മനും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് അജയനും പ്രസീതയും കാണുന്നുണ്ട്. അപ്പോൾ ജയനിർമ്മല പറയണേ ഇല്ല, ഒരിക്കലും ജാനകിയെ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല, ഇവൾ ഈ വീട്ടിലേക്ക് കയറിയാൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, ഞാൻ ഉറപ്പായും ഇവിടെ നിന്നും പോവുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ദേവൻ പറയണേ എന്താ ജയ നീ ഈ സംസാരിക്കുന്നത്, ഒരു വീട്ടിലേക്ക് വരുന്ന അതിഥിയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്, കുറച്ച് മര്യാദക്ക് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവേട്ടൻ ഇതിൽ ഇടപെടേണ്ട, ഇത് എൻ്റെ തീരുമാനം തന്നെയാണ്. ജാനകി പറയാണ് ഭാവന ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും ഒപ്പം നിൽക്കും, ഭാവന ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ഞാനും തിരിച്ചു പോവും, അല്ലാതെ ഇവിടെ നിന്ന് ഞാൻ തനിച്ചു പോവുകയില്ല, നിന്നെ കാണാൻ വേണ്ടി നിനക്ക് അപകടം പറ്റിയ സമയത്ത് നിന്നെ കാണാൻ വേണ്ടി വന്ന ഭാവനയ്ക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവൾക്കുണ്ടായതിനെ കുറിച്ചൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഭാവനയ്ക്ക് ഇപ്പോഴും ശത്രുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ ഭാവനയെയും കുഞ്ഞിനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ശരി ഭാവനയെ ഇവിടെ തനിച്ചാക്കി ഞാൻ പോവുകയില്ല എന്ന് പറയണേ. അപ്പോൾ ജയനിർമ്മല വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ജാനകിയെ ഒരു തള്ളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിജയപത്മൻ പറയുകയാണ് എങ്കിൽ ഭാവന നീ തന്നെ തീരുമാനിക്കുക എന്താണ് വേണ്ടത് എന്ന് വിജയപത്മൻ ചോദിക്കുകയാണ് കേട്ടോ. ഭാവന പറയണേ ഞാൻ എന്തായാലും ഇവിടേക്ക് വന്നത് പോവാൻ വേണ്ടിയിട്ടല്ല, ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത് എന്നങ്ങ് പറയുമ്പോൾ വിജയപത്മനോട് ജാനകി പറയാണ് ഭാവന ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പപ്പേട്ട ഞാൻ ഇവിടെ തന്നെ നിൽക്കും, അത് ആര് തന്നെ എന്ത് തടസ്സം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയണേ എങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവനും സൂര്യയും പറയുകയാണ് അവൾ അങ്ങനെയൊക്കെ പറയും, നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യേണ്ട, ജാനകി നീ ഭാവനയും കൂട്ടി അകത്തേക്ക് പോയിക്കോ എന്ന് പറയണേ. അങ്ങനെ ജാനകിയും ഭാവനയും ഒരു കൂസലും കൂടാതെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. അജയനും പ്രസീതയും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, അതിനാണ് ജാനകി ഇവിടെ വന്നിട്ടുള്ളത് എന്നങ്ങ് മനസ്സിൽ ഉദ്ദേശിച്ച ശേഷം അവർ നേരെ ജയനിർമ്മലയുടെ അടുത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയം ദേവനും സൂര്യയും കൂടി പറയുകയാണ് അവൾ എവിടേക്കും പോവില്ല, അവൾ വെറുതെ അഭിനയിക്കുന്നതാണ്, നീ ഒന്നും വിജയപത്മ നീ ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയണേ. അങ്ങനെ വിജയപത്മൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേവൻ നേരെ ജയനിർമ്മലയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജയനിർമ്മല ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഡ്രസ്സ് എടുത്ത് ബാഗിലേക്ക് ആക്കുകയാണ്, ഞാൻ ഇവിടെ നിന്നും പോവും എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ട്. അപ്പോൾ ദേവൻ ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പോവുകയാണ്, എന്നെ ഇവിടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആരും കേൾക്കുന്നതുമില്ല, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് പറയുമ്പോൾ ദേവൻ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് എങ്കിൽ കുറച്ചുകൂടി സാരി എടുത്തോ, നീ എന്താ ഇത്ര കുറച്ച് സാരി എടുത്തിട്ടുള്ളത്, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ജയനിർമ്മല ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്ക് ദേവൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോവാനാണല്ലേ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നീയല്ലേ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്നും പോവുകയാണെന്ന്, അപ്പോൾ പിന്നെ ഈ സമയത്ത് ഒരു ട്രെയിനുണ്ട് കാസർഗോഡേക്ക് ആകുമ്പോൾ എളുപ്പത്തിൽ അവിടെ എത്തുകയും ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറയുമ്പോൾ ജയനിർമ്മല അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് ഇല്ല ഞാൻ ഇവിടെ നിന്നും പോകുന്നില്ല, നിങ്ങൾ അങ്ങനെ ഞാൻ പോയിട്ട് ഇവിടെ ജീവിക്കുകയും വേണ്ട, എന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്നും പോവണം എന്ന് പറയുമ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പോവുകയാണെന്നുള്ളത്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ നീ നിൽക്കുന്നതുമില്ല, പിന്നെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. ഇല്ല ദേവേട്ട മറ്റുള്ളവരെ പേടിച്ച് ഞാൻ ഇവിടെ നിന്നും പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയണേ. അങ്ങനെ ദേവൻ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ ചെയ്ത ശേഷം ഇവിടെ നിന്നും ജയയെ പറഞ്ഞയക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു നാടകം കളിച്ച് ദേവൻ ജയയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവുക. അങ്ങനെ ദേവൻ പോയി കഴിഞ്ഞ ശേഷം അജയനും പ്രസീതയും കൂടി ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ്
മറ്റുള്ളവരെ പേടിച്ച് നിന്റെ വീട്ടിൽ നിന്നും പോവാൻ നിൽക്കണം. അതിലും ഭേദം അവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും ആ ജാനകിയെ പുറത്താക്കണം. അതിനുള്ള കാര്യമാണ് നീ ചെയ്യേണ്ടത്. അല്ലാതെ നീ ഇവിടെ നിന്നും പേടിച്ച് പോവുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് അജയനും പ്രസീതയും എരിപിരി കേറ്റുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള വഴി നീ നോക്കിക്കോ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവൻ വന്ന സമയത്ത് ജയയോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ അവളെ ഈ വീട്ടിലേക്ക് നാത്തൂനായി കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്? സൂര്യയെ കൊണ്ട് പല്ലവിയെ കെട്ടിക്കാനൊക്കെ നീ നോക്കിയതല്ലേ, ഇപ്പൊ അതൊക്കെ നീ മറന്നോ? ഇപ്പൊ ജാനകിയോട് നിനക്ക് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ല ദേവേട്ട, എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയുന്നത്? അല്ല, നീ ചെയ്ത കാര്യങ്ങൾ പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള ഒരു കുത്തുവാകൊക്കെ ജയനിർമ്മലയോട് ദേവൻ ആ സമയത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടാവുക. ജയനിർമ്മല ജാനകിയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള ഓരോ പദ്ധതികൾ മനസ്സിൽ കരുതുകയാണ്. പക്ഷേ ജയനിർമ്മല വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. ജാനകി ഭാവനയ്ക്ക് താങ്ങും തണലുമായിട്ട് ആ വീട്ടിൽ തന്നെ നിൽക്കും. അങ്ങനെ ജാനകി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവനോടും സൂര്യയോടും പറയുന്നുണ്ട്, അച്ഛനും മോനും പുറത്തു പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാവന ഇവിടെ തനിച്ചാണ്. അവളെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. ഈ വീട്ടിലുള്ള അജയനെയും പ്രസീതയെയും പുറത്താക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് കയറുകയില്ല. അതിന് സമ്മതമാണ് ജയെ എന്നങ്ങ് ചോദിക്കുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് ഉത്തരം മുട്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയനെയും പ്രസീതയെയും ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് ഭാവനയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കില്ല. പിന്നെ ഭാവന ഇവിടെ തനിച്ചു നിന്നാലും ഒരു കുഴപ്പവുമില്ല. ഭാവനയെ കൊല്ലാൻ വേണ്ടി നോക്കിയവരോട് നീ ക്ഷമിച്ച് നിന്റെ ഏട്ടനെയും ഏട്ടത്തിയെയും ഈ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എന്നെ ഈ വീട്ടിലേക്ക് കയറ്റുന്നതിൽ എന്ത് തടസ്സമാണ് ഉള്ളത്? ഞാനും നീയും തമ്മിൽ ഹോസ്പിറ്റലിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടുപേരുടെയും തെറ്റുകൊണ്ട് തന്നെയാണ്. അത് നീ മനസ്സിലാക്കണം എന്നുള്ള വാക്കുകളൊക്കെ ജാനകി ജയയോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ജയനിർമ്മലയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. അജയനും പ്രസീതയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പപ്പേട്ടന്റെ കൂടെ തിരിച്ചു പോവും. അതിന് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. ആ സമയത്ത് ഒന്നും മിണ്ടാൻ കഴിയാതെയാണ് കേട്ടോ ജയനിർമ്മല അകത്തേക്ക് കയറി പോകുന്നത്. ഈ സമയം ഗായത്രിയും സേതുവും മായും ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഭാവനയും ഏട്ടനും പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ, എന്താവും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക? സേതു, നീ ഒന്ന് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കൂ എന്നൊക്കെ ഗായത്രി പറയാണ്. ആ സമയത്താണ് വിജയ് പത്മൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് വിജയ് പത്മൻ എല്ലാ കാര്യങ്ങളും ഗായത്രിയോട് പറയുകയാണ് കേട്ടോ. ജയനിർമ്മല ഒന്ന് പൊട്ടിത്തെറിച്ചു. ജാനകിയല്ലേ ആള്, വിട്ടുകൊടുത്തില്ല. ജാനകിയുടെ ഓരോ ചോദ്യത്തിന്റെ മുന്നിലും ജയനിർമ്മലയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. അതുകൊണ്ട് ജാനകി അവിടെ തന്നെ ഭാവനയിലായി അവളെ സംരക്ഷിക്കാൻ അവിടെ നിന്ന്. ജാനകിയല്ലേ ആള്, ഒരു അവസരവും വിട്ടുകൊടുക്കാതെ ജയനിർമ്മലയെ കൊണ്ട് മുട്ടുകുത്തിപ്പിക്കുക തന്നെ ചെയ്തു എന്നൊക്കെ വിജയ് പത്മൻ ഗായത്രിയോടും സേതുവിനോടും മായയോടും പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അവരൊക്കെ അന്തം വിട്ടു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഭരത്തും ഭാനുവും ഭാമയും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വിജയ് പത്മൻ എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ വെച്ച് പറയുകയാണ്. ജാനകിക്ക് മുന്നിൽ ജയനിർമ്മലയ്ക്ക് തോറ്റു തൊപ്പിയിടേണ്ടി വന്നു എന്നുള്ള കാര്യം പറയുകയാണ്.